ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ്റെ പേര് എന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്നാണ്. അപ്പോൾ പേരായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കിടിലൻ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് 1/2 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ കൂടി ചേർത്തുള്ളൂ. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത പീസ് പോലത്തെ ചിക്കൻ എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സമൂസയുടെ ഷീറ്റ് ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചതുപോലെ ഇരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷമ വേണം കേട്ടോ. ക്ഷമ ഉണ്ടായാലേ ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ ഒരു സ്റ്റിക്കിലേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ സമൂസയുടെ ഷീറ്റിലേക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അത് കുറച്ച് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം പതിയെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുലിക്കാതെ തന്നെ അതിൽ വിട്ട് പോരേണ്ടതൊക്കെ പോരും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് അമർത്തി ചെയ്യരുത്, ബാക്കി താഴോട്ട് പോയിക്കോളും ഇങ്ങനെ കുലുക്കുമ്പോൾ. അപ്പോൾ കണ്ട ഇതുപോലെ ചെയ്തെടുക്കണം, എല്ലാം പതിയെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂടേപ്പാടി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം നല്ലോണം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പതിയെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ 2 വെച്ചിടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വലിയ ചട്ടിയാണെങ്കിൽ ഒരു 3 വെച്ചിട്ട് കൊടുക്കുക. പതിയെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് 2 വശം ബ്രൗൺ കളറാണ് വിധം വേവിച്ചെടുക്കണം. ഉള്ളിൽ ചിക്കൻ ഒന്ന് കുക്കായി വരണം. അതിനുശേഷം നമുക്കൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, പിന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.